ഹായ് ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം ഗെയ്സ്. അപ്പം കുറച്ച് നാളായി വീഡിയോസ് ഒന്നും കറക്റ്റ് പ്രോപ്പർ ഒന്നുമല്ല, ഭയങ്കര മടിയും കാര്യങ്ങളും. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യങ്ങളൊന്നുമില്ല ഗെയ്സ്. സത്യം പറഞ്ഞാൽ അതാണ് ഇപ്പോൾ എൻ്റെ പ്രശ്നം. പ്രത്യേകിച്ച് ഒരു ലക്ഷ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ഇതിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളും ഇല്ല ഗെയ്സ്. എൻ്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് മാറ്റിയെടുക്കണം. ജസ്റ്റ് ലൈഫിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തണം. ലൈഫിൽ മാത്രമല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ വരുത്തണം. അപ്പോഴത്തേക്ക് എന്തായാലും ഒരു പുതിയൊരു തുടക്കം വേണം. അപ്പം ഞാൻ ഇങ്ങനെ കുറേ ഇരുന്ന് ആലോചിച്ച്, ഫണ്ട് കിട്ടി, അതുപോലെ എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച്. അപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയൊരു ചെറിയൊരു ആൻസർ ഉണ്ട്, പക്ഷെ അതിലോട്ട് ഞാൻ ഫുള്ളായിട്ട് എത്തിയിട്ടില്ല. അപ്പോൾ വണ്ടി കിട്ടിയപ്പോൾ ഒരുപാട് പേരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, ബ്രോ ആൾക്കേരള പോകുന്നില്ലേ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അതൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഡെയിലി വ്ളോഗ് തുടങ്ങുന്നുണ്ടോ എന്ന് എൻ്റെ മുമ്പിലുള്ള ഈ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് ഡെയിലി വ്ളോഗോ അല്ലെങ്കിൽ ഓൾ കേരള ട്രാവൽ വ്ളോഗോ. അപ്പോൾ ഇത് രണ്ടിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ്, ലൈഫിൽ ചിട്ട കൊണ്ടുവരുന്നതിന് മുമ്പ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ അടുക്കി വെക്കണം, അല്ലെങ്കിൽ അതിലൊരു ചിട്ട കൊണ്ടുവരണം. പക്ഷേ എൻ്റെ റൂം ഇപ്പോൾ കിടക്കുന്നത് ഫുള്ള് അലങ്കോലമായിട്ടൊക്കെയാണ് കിടക്കുന്നത് ഗീസ്. പിന്നെ നമുക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചെറുതൊന്നും അല്ല, അത്യാവശ്യം ഒരു വലിയൊരു ടെഡി. ഇത് ഞാൻ കാണിച്ചില്ല, പിന്നെ പരിചയപ്പെടുത്തി തരാം. അതുമാത്രമല്ല, നമ്മുടെ ഇവിടെയൊക്കെ ഫുള്ള് അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അടിപൊളിയായിട്ട് കിടന്ന റൂമാണ്. അതിലോട്ടൊന്നും നോക്കുന്നില്ല, പക്ഷെ വീഡിയോസ് ഒക്കെ എടുത്ത് കറക്റ്റ് പ്രോപ്പർ ആണെങ്കിൽ നമ്മൾ എല്ലാം അടിപൊളിയാക്കി ഇടുക ഗീസ്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഈ വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ വീഡിയോസ് എഡിറ്റ് ചെയ്യുക, ഇതൊക്കെയാണ്. എൻ്റെ ഈ കാര്യങ്ങൾ പ്രോപ്പറായാൽ മാത്രമേ എൻ്റെ ബാക്കി ലൈഫിലുള്ള കാര്യങ്ങളും പ്രോപ്പർ ആവുന്നുള്ളൂ. ഞാൻ വീഡിയോ എടുക്കുന്നില്ലെങ്കിൽ ഞാൻ വലിയൊരു മടിയനായിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഇനി വീഡിയോസ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എടുക്കണം. സത്യമുള്ള കേസ്, എങ്കിൽ മാത്രമേ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് അതൊക്കെ പ്രോപ്പർ ആവുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇവിടെയൊന്നും ഇങ്ങനെ ഇടുന്നതല്ല, ഇവിടെയും ഫുള്ള് അലങ്കോലമായിട്ടൊക്കെ കിടക്കുവാണ്. പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പൊടിയൊക്കെ അടിക്കണം. എന്തായാലും നമുക്ക് നമ്മുടെ റൂം ക്ലീൻ ചെയ്ത് തന്നെ തുടങ്ങാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. കണ്ടപ്പോൾ എനിക്ക് കുറച്ചായിട്ട് തോന്നിയെങ്കിൽ ഇത്രയും ചവറുണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് പേപ്പറാണ് കൂടുതലും, എന്നാലും പൊടി ഉണ്ടായിരുന്നു. ഏകദേശം ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ എന്തായാലും നല്ല പൊടി കേസ്. അപ്പോൾ എന്തായാലും ഇത് ഫുള്ള് കഴിഞ്ഞിട്ട് കാണാം. 3 hours later. കേസ് അങ്ങനെ ഫൈനലി നമ്മുടെ റൂമിന്റെ അവസ്ഥ ഇതായിട്ടുണ്ട്. അത്യാവശ്യം എല്ലാം ഒതുക്കി പറക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് മനസ്സിൽ. ഇനി ഇതും കൂടെ ഒന്ന് വിരിച്ചാൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് അതോടെ വിരിച്ചിട്ട് വരാം. കേസ് അപ്പോൾ നമുക്കിനി എന്തായാലും ഉമ്മയെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കാം. ഉമ്മ ഇങ്ങോട്ട് വാ, തുറന്നു കയറിയോ? എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? കേസ് അപ്പോൾ എന്തായാലും അടിപൊളിയാക്കിയിട്ടുണ്ട്. കേസ് അങ്ങനെ റൂമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. എനിക്ക് ചെറിയൊരു പണി കിട്ടി, വേറെ ഒന്നുമില്ല, എനിക്ക് ചെറിയൊരു ജലദോഷം അടിച്ച്. പിറ്റേ ദിവസമാണ് വീഡിയോ എടുക്കുന്നത്. കേസ് നമ്മുടെ കാർ ഇവിടെ കിടപ്പുണ്ട്. കാറിൻ്റെ അലോയ്സ് ഒക്കെ മാറ്റി കേട്ടോ, വേറെ ഒന്നുമില്ല. നമ്മുടെ വണ്ടിയുടെ ടെസ്റ്റ് കഴിഞ്ഞ്, അത് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ RTOയിൽ കൊണ്ട് കാണിച്ചിട്ട് നമ്മുടെ പേപ്പറിൽ കളർ മാറണം. അങ്ങനെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അലോയ് ഊരി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അലോയ് നമ്മുടെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. എന്തായാലും അടുത്ത ദിവസം കൊണ്ടുപോയിട്ട് നമ്മുടെ അച്ഛനെ കടയിൽ കൊണ്ടുപോയിട്ട് വീണ്ടും നമുക്ക് അലോയ് ഇടണം. നെടുമങ്ങാട് പോയ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ ഏകദേശം 6 മണിക്ക് ഞാനും വാപ്പായും കൂടെ രാവിലെ പോയി. 6 മണിക്ക് അവിടെ പോയി ഭയങ്കര തിരക്ക്. 5 മണിക്ക് അവിടെ ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം 8:30 ആയപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കാര്യം എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. വണ്ടിയുടെ കളർ മാവറിക് ബ്ലൂ അങ്ങനെ എന്തോ പേരാണ്. ഫോട്ടോയിൽ കാണുന്ന കണക്കല്ല, നേരിട്ട് കാണാൻ ഒരു പച്ച കണക്കത്തെ കളറാണ്. എന്തായാലും കളർ മാറുന്ന കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ സെൻട്രൽ ലോക്ക് ചെറുതായിട്ട് നമ്മുടെ പെയിന്റിങ് കഴിഞ്ഞപ്പോൾ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ തുടക്കം പറഞ്ഞ പോലെ തന്നെ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഡെയിലി വ്ളോഗ് ചെയ്യണോ അതോ ഇനി ഓൾ കേരള വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. എനിക്ക് എന്തെങ്കിലും ലക്ഷ്യം വേണം, അതായത് ഇപ്പം വണ്ടി ഇറങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ഓൾ കേരള റൈഡ് പോകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളൊരു കൺഫർമേഷൻ തരാം. ഇപ്പോഴേ പോകുന്നില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഞാനൊരു വെക്കേഷൻ ടൈമിലാണ് ഈ ഒരു റൈഡ് പ്ലാൻ ചെയ്തത്. അതായത് 2 മാസം കൊണ്ട് ആ വെക്കേഷൻ ടൈമിൽ മാക്സിമം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാവരെയും കണ്ട് അവരോടൊപ്പം അവരുടെ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് അങ്ങനെ അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിനി നടക്കണമെങ്കിൽ അടുത്ത വെക്കേഷൻ ആവണം. അല്ലാതെ വണ്ടി ഇറങ്ങിയതിൻ്റെ ഭാഗമായിട്ട് പേരിന് പോയിട്ട് ഒരു അർത്ഥമില്ലാത്തൊരു ട്രിപ്പാക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതുപോലെ ചെയ്യാം. പിന്നെ ഡെയിലി വ്ളോഗാണ് അടുത്തതായിട്ടുള്ളത്. അതായത് ഡെയിലി വ്ളോഗ് തുടങ്ങുവാണെങ്കിൽ എന്തെങ്കിലും ഒരു
ഒരു ചലഞ്ച് വേണം. അതായത് ഞാൻ ആദ്യത്തെ ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു ചലഞ്ച് എന്ന് പറഞ്ഞ ഒരു കമന്റ് ആയിരുന്നു. അതായത് നീ 25 ഡെയിലി വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യില്ല എന്നുള്ളൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചലഞ്ച് എനിക്ക് കിട്ടണം എന്നും പറഞ്ഞ് 50 ഡെയിലി വ്ളോഗ് ചെയ്യും, 365 ഡെയിലി വ്ളോഗ് ചെയ്യണം, അല്ലെങ്കിൽ 100 കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെയല്ല. എന്തെങ്കിലും കുറച്ചും കൂടെ ടഫായിട്ടുള്ള എന്തെങ്കിലും ഒരു ചലഞ്ച് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ചെയ്യാനൊരു മോട്ടീവായനെ. അങ്ങനെ എന്തെങ്കിലും ചലഞ്ച് നിങ്ങൾക്ക് എനിക്ക് തരാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. ചിലപ്പം ഞാൻ കണ്ടുവച്ചിരിക്കുന്ന ഒരു ചലഞ്ചിനേക്കാളും ബെറ്റർ ആയിരിക്കും നിങ്ങൾ പറയുന്നത്. അതുപോലൊരു കമന്റിൽ നിന്ന് തുടങ്ങിയതാണ് എൻ്റെ ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്കൊരു ചലഞ്ച് തരാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അത് ചെയ്തതുകൊണ്ട് എനിക്കും കാണുന്ന നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുന്ന എന്തെങ്കിലും ചലഞ്ച് ഉണ്ടെങ്കിൽ പറയുക. അങ്ങനെയുള്ള എന്തെങ്കിലും ചലഞ്ചിന് വേണ്ടി ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഡെയിലി വ്ളോഗ് വേണോ അതോ ഓൾ കേരള ട്രിപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള കാര്യം നിങ്ങൾ താഴെയായിട്ട് കമന്റ് ചെയ്യുക. ഞാൻ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. എനിക്കിപ്പം സജഷൻ ചോദിക്കാനും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെയായിട്ട് കമന്റ് ചെയ്യുക. എന്തായാലും ഉടനെ ഒരു തീരുമാനം ഉണ്ടായിരിക്കും. ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. എന്തായാലും ഇനിയും ഇങ്ങനെ കളിച്ചിരിച്ച് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. കുറച്ച് ലൈഫിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനുണ്ട്. പിന്നെ ഒരു കാര്യം, നമുക്ക് 2 കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ അൺബോക്സ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് 2 കൊറിയറും കൂടെ അൺബോക്സ് ചെയ്യാം. അത് മാത്രമല്ല ഗേസ്, ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. എൻ്റെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ പൊട്ടിപ്പോയി ഗേസ്. കഴിഞ്ഞ ദിവസം കളിക്കാൻ പോയപ്പോൾ തറയെ വീണ് കയ്യിൽ നിന്ന് പോയി പൊട്ടിപ്പോയി. എന്തായാലും നമുക്ക് ഫസ്റ്റ് കൊറിയർ വന്നിരിക്കുന്നത് സ്മിത ജോർജ് എന്ന് പറയുന്ന ഒരു പേരിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പൊട്ടിച്ച് നോക്കാം. ഓ സീൻ ഗേസ്, കൊള്ളാം കേട്ടാ ഗേസ്. അപ്പോൾ നമുക്ക് ഇത് എന്തായാലും ഇട്ട് നോക്കാം. ഒരു ടീഷർട്ടാണ് ഗേസ്. അപ്പോൾ ഇതാണ് ടീഷർട്ട് കേട്ടാ. അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടാ, കൊള്ളാം ഗേസ്. ഇതെങ്ങനെയുണ്ട് നിങ്ങൾ താഴെയായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ബോക്സ് ഉണ്ട്. പിന്നെ ഈ ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് പൊട്ടിച്ച് നോക്കാം ഗേസ്. വയ്യ കേട്ടാ, പനിയായി ഗേസ്. അടുത്തത് ഒരു സാധനമാണ്. ഞാനൊരു ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ കണ്ടിട്ട് മേടിച്ചതാണ്. ഇത് പാത്രം പോലെ ഇരിക്കുന്നെങ്കിലും ഇത് തേങ്ങ പൊട്ടിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് നമ്മുടെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാം. ചെറിയൊരു വീഡിയോ ആയിട്ട് ഇതിൽ എങ്ങനെ തേങ്ങ പൊട്ടിക്കുക, ഇത് സേഫ് ആണോ അല്ലേ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഈ 2 സാധനമാണ്. ഈ ഒരു ഗിഫ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. താങ്ക് യു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും വണ്ടി ഇറങ്ങിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടെങ്കിലും ഒന്നും കറക്റ്റായിട്ട് അങ്ങോട്ട് നടക്കാറില്ല. എന്തായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നല്ലൊരു പോസിറ്റീവ് എനർജിയോട് കൂടിയ ലൈഫിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങളും എൻ്റെ കൂടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിക്കുള്ള വീഡിയോസ് ചെയ്യാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയുക. അപ്പോൾ എൻ്റെ കൂടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗീസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യണം. ഉടനെ തന്നെ ഒരു പോസിറ്റീവ് തീരുമാനമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഗീസ്. ലവ് യു ആൾ. ടാറ്റാ.